35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ 5 ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കല്ലേപ്പാടം, പഴയന്നൂർ. ദുരന്തം സമ്മാനിക്കാനായി എഴുന്നള്ളത്ത് കടവ് വീണ്ടും. കനത്ത മഴയെ തുടർന്ന് എഴുന്നള്ളത്ത് കടവ് നിറഞ്ഞൊഴുകുമ്പോൾ പൊതുജനങ്ങൾക്ക് നൽകേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാടെ അവഗണിച്ച് അധികൃതർ. തിരുവല്ലാമലയെയും കൊണ്ടാഴിയെയും ബന്ധിപ്പിക്കുന്ന എഴുന്നള്ളത്ത് കടവിൽ ജാഗ്രതാ നിർദ്ദേശ ബോർഡുകളോ കൂടാതെ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. കൊണ്ടാഴിയിൽ നിന്നും തിരുവല്ലാമലയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തും കൂടാതെ തിരുവല്ലാമലയിൽ നിന്ന് കൊണ്ടാഴിയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തുമാണ് ജാഗ്രതാ നിർദ്ദേശ ബോർഡുകൾ ഇല്ലാതിരിക്കുന്നത്. ഇതുമൂലം മഴക്കാലത്ത് ഗായത്രിപ്പുഴയുടെ ഭംഗി ആസ്വദിക്കുവാൻ എത്തുന്നവർക്കും വാഹന സഞ്ചാരികൾക്കും ഇവിടെ പതിയിരിക്കുന്ന അപകടാവസ്ഥ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. കൊണ്ടാഴി ഭാഗത്തു നിന്നും തിരുവല്ലാമലയിലേക്ക് പ്രവേശിക്കുന്ന എഴുന്നള്ളത്ത് കടവ് ഭാഗത്ത് നേരത്തെ ഒരു ജാഗ്രതാ നിർദ്ദേശ ബോർഡ് സ്ഥാപിച്ചിരുന്നു. എങ്കിൽ ഇപ്പോൾ അത് അപ്രത്യക്ഷമായിരിക്കുകയാണ്. തിരുവല്ലാമലയിൽ നിന്നും എഴുന്നള്ളത്ത് കടവെത്തുന്ന പ്രവേശന ഭാഗത്തും അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടില്ല. മുൻ വർഷങ്ങളിൽ നിരവധി വാഹനങ്ങൾ പുഴയിൽ വെള്ളമുള്ളപ്പോഴും അല്ലാത്ത സമയത്തും അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും അധികൃതർക്ക് അറിയുമെന്നിരിക്കെ അലംഭാവം തുടരുകയാണ് ബന്ധപ്പെട്ട അധികാരികൾ. വാഹനങ്ങളും ജനങ്ങളും മഴക്കാലങ്ങളിൽ കനത്ത കുത്തൊഴുക്കുള്ള ഭാഗത്തേക്ക് എത്താതിരിക്കുന്നതിനായി കൊണ്ടാഴിയിൽ നിന്നും തിരുവല്ലാമല ഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് ഇരുമ്പ് റാഡ് ഉപയോഗിച്ച് പൂട്ടി പ്രവേശനം നിരോധിച്ചിട്ടുണ്ടെങ്കിലും തിരുവല്ലാമലയിൽ നിന്നും കൊണ്ടാഴി ഭാഗത്തേക്കുള്ള പ്രവേശന ഭാഗത്തിലാകട്ടെ റാഡ് ഇടാതെ പ്രവേശന സൗകര്യം അനുവദിച്ചിരിക്കുകയാണ്. റാഡാകട്ടെ പുഴയ്ക്കകത്ത് വെള്ളത്തിൽ കിടപ്പുണ്ട്. ഇത്തരത്തിൽ വന്നെത്തുന്നവർക്ക് യാതൊരു അപകട മുന്നറിയിപ്പും നൽകാതെ വീണ്ടും ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ് പൊതുജന സേവനത്തിനായി വിനിയോഗിക്കപ്പെട്ടവർ ചെയ്യുന്നത് എന്നാണ് യാഥാർത്ഥ്യം. CCV ന്യൂസ്, കൊണ്ടാഴി.